ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർ ഉണ്ട്. അതായത് പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർ, വീടും ഭൂമിയുമെല്ലാം നഷ്ടപ്പെട്ടവർ, ഉള്ള സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർ, അതുപോലെ മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, അതുപോലെ വിദ്യാഭ്യാസം നേടാൻ ഉപരിപഠനത്തിന് ഒക്കെ പണം കണ്ടെത്താൻ കഴിയാതെ പോകുന്നവർ, അതുപോലെ വൃദ്ധരായി അനാഥരാക്കപ്പെട്ടവർ, അതുപോലെ അനാഥരായ മക്കൾ, വിവാഹം നടത്താൻ സാമ്പത്തിക ശേഷിയില്ലാത്ത പെൺകുട്ടികൾ, അങ്ങനെ ഒട്ടനവധി പേർ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇവർക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ പല പോസ്റ്റുകളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പൗരന്മാരായി നമ്മുടെ രാജ്യത്തുള്ളവരിൽ നിന്നും 18 വയസ്സ് തികഞ്ഞവരിൽ നിന്നും ദിവസേന 1 രൂപ വച്ച് ശേഖരിച്ചാൽ, നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള പൗരന്മാരിൽ 18 വയസ്സ് തികഞ്ഞവരിൽ നിന്നും ദിവസം 1 രൂപ മാത്രം ശേഖരിച്ചാൽ, ദിവസേന എല്ലാ ദിവസവും ശേഖരിച്ചാൽ, ഈ നമ്മുടെ രാജ്യത്ത് 150 കോടി ജനം ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ 150 കോടിയിൽ പരം ജനം ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവും. അതിലൊരു 145 കോടി ഒക്കെയാണ് ഔദ്യോഗിക കണക്ക് ഉണ്ടാവുക അതിൽ. അപ്പോൾ ഇതിലൊരു 18 വയസ്സ് തികഞ്ഞവർ തീർച്ചയായിട്ടും 100 കോടി ജനം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ 100 കോടി പൗരന്മാരിൽ നിന്നും ദിവസേന 1 രൂപ വെച്ച് പിരിച്ചാൽ, അതൊരു നിർബന്ധിത സംഭാവനയായിട്ട് 1 രൂപയൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് 1 രൂപ തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും. ഒരു നിസ്സാരം 1 രൂപയേ ഉള്ളൂ. ഈ പണം സ്പെഷ്യൽ ഫണ്ടായി ശേഖരിച്ച് ഞാൻ മേൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു സഹായത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട്, ഒരു കുട്ടിക്ക് 17 കോടി രൂപയും കണ്ടോ വേണം ശസ്ത്രക്രിയയ്ക്ക്, പണമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫണ്ടിൽ നിന്നും സൗജന്യമായി പണം നൽകി സഹായിക്കാവുന്നതാണ്. ആരെയും തെണ്ടേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനുമുണ്ട്. അതുപോലെ വൃദ്ധരായിട്ടുള്ളവർ, മക്കളൊന്നുമില്ലാതെ മക്കളൊക്കെ നഷ്ടപ്പെട്ട് അനാഥരായ ആൾക്കാർ, കാരണം അവർക്ക് ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഒക്കെ ആയിട്ട് പണം ആവശ്യമാണ്. അത്തരക്കാർക്കൊക്കെ ഈ ഫണ്ടിൽ നിന്നും സൗജന്യമായി പണം നൽകാവുന്നതാണ്. അതുപോലെ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം സാമ്പത്തികമായി ഭദ്രത ഇല്ലാത്തത് കാരണം വിവാഹം നടക്കാൻ കഴിയാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഫണ്ടിൽ നിന്നും സൗജന്യമായി പണം നൽകാവുന്നതാണ്. അതുപോലെ ഭവനങ്ങളില്ലാത്തവർ ധാരാളമുണ്ട്, ഭക്ഷണമില്ലാത്തവർ ധാരാളമുണ്ട്. എത്ര റേഷനിങ് സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാലും അങ്ങനെയുള്ളവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായി വീട് വെച്ച് കൊടുക്കുക. അതായത് പല ഘട്ടങ്ങളിലായിട്ട്, ഇപ്പോൾ നമ്മുടെ ഇവിടെ നിലവിലെ സംവിധാനം വെച്ച് ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പൂർത്തിയാകുമെങ്കിൽ അതിലൊരു 4 ലക്ഷം രൂപ കൊടുക്കുന്നു. അതൊരിക്കലും മതിയാകുകയില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. 10 ലക്ഷം രൂപയുടെ വീട് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ വെച്ച് കൊടുക്കുക. വീടും തലചായ്ക്കാനായി മണ്ണും വീടും ഇല്ലാത്തവർ ധാരാളമുണ്ട്, ഭൂമിയും വീടും ഇല്ലാത്തവർ ധാരാളമുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ഫണ്ടിലൂടെ ഭവനങ്ങൾ വെച്ച് കൊടുക്കുക, ഭൂമി വാങ്ങി നൽകുക, അങ്ങനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപകരിക്കും. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർ, പണവും ഭൂമിയും വീടും മറ്റ് എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് സഹായിക്കാനായിട്ട് ആരുടെയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നെ കേന്ദ്ര ഫണ്ട്, സംസ്ഥാന ഫണ്ട്, ദുരന്ത നിവാരണ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് മാസങ്ങളും വർഷങ്ങളും എടുക്കാതെ ഈ ഫണ്ടിൽ നിന്ന്, ദിവസവും കിട്ടുന്ന ഈ ഫണ്ടിൽ നിന്നും എടുത്ത് നൽകാവുന്നതാണ്. സൗജന്യമായിട്ട് നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ദിവസവും 1 രൂപ എൻ്റെ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു എന്ന് കരുതിയിട്ട് എനിക്കിവിടെ എനിക്ക് മറ്റൊന്നും നഷ്ടപ്പെടുന്നില്ല. 100 കോടി ജനമുണ്ട്. ദിവസം 100 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ
അക്കൗണ്ടിലെത്തുകയാണ്. അത് 2 ദിവസമാകുമ്പം 200 കോടിയായി. 100 കോടി രൂപ ഒരു ദിവസം ലഭിക്കുമ്പോൾ 100 കോടി പേരിൽ നിന്നും 1 രൂപ വെച്ച് 100 കോടി ലഭിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം അത് 200 കോടി രൂപയാകുകയാണ്. അങ്ങനെ ഒരു മാസമാകുമ്പോൾ അത് വലിയൊരു തുകയായി മാറുകയാണ്. എന്തുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഗവൺമെൻറ്റുകൾ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരു ഗവൺമെൻറ് പരമായിട്ടൊക്കെ ഒരു ഫണ്ട് അനുവദിക്കണമെങ്കിൽ എന്തെല്ലാം നൂലാമാലകളാണ്. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. സഡൻ റിലീഫ് വേണം എന്ത് കാര്യത്തിലും. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.